നമ്മൾ ചെറുതായി പ്ലാൻ മാറ്റിയിട്ടുണ്ട്. കാരണം ഇവിടത്തെ കൊടുമുടിയാ വന്നിരിക്കുന്നത്. ചോറ് കൊടുക്കുന്നുണ്ടാ തൊടുത്തു വാ വാ. വിഷ്ണു നല്ലൊരു ആനപ്രാന്തനാണ്. വിഷ്ണുവിന്റെ കൂടെ നടന്നതാണ് ഞാനുമായി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അതെ, ഞാനുണ്ട്, വിഷ്ണു ഉണ്ട്, ഉല്ലാസുണ്ട്. ഇന്ന് വൈകുന്നേരമാണ് പരിപാടി. ഇന്ന് രാവിലെ അമ്പലത്തിൽ പോവാ. ആന വന്നിട്ട് ഭയങ്കര ആന പ്രേമിയാണ്. അതുകൊണ്ട് ആനനെയൊക്കെ കണ്ട് രണ്ടു കഴിച്ചിട്ട് വരാം അല്ലേ? ഇല്ലടാ ഓക്കെ പറ. പോണ്. ഇന്നലെ നടന്നു പോയ വണ്ടി പോവും. ടൂ വീലർ പോവും. വഴിയാണ്. അതെ അതെ. ഇവിടെ നിന്ന് കുറച്ച് പോയി നമ്മുടെ പൊക്കുന്നി അമ്പലം ശിവക്ഷേത്രം. അതിന്റെ സൈഡിലാണ് നമ്മുടെ ചത്തിലൊരു മുരളീകൃഷ്ണൻ എന്നൊരു ആന നിൽക്കുന്നത്. ആനയാണ് ആദ്യം പോയി കാണേണ്ടത്. ആനയാണ് ഫസ്റ്റ് നമ്മള് നമ്മള് ആനന്റെ കറക്റ്റ് ഫ്രണ്ടിൽ വന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ആന വിഷ്ണു ഗായ്സ്. അപ്പൊ നമ്മൾ ആന പറമ്പിക്കാണ് ആദ്യം വന്നിരിക്കുന്നത്. ലക്ഷ്ണോ എന്താ ഉല്ലാസുണ്ട്. ഹായ്. ഒരാന വന്നിട്ടുള്ളൂ കേട്ടോ. ഇനി രണ്ടെണ്ണം കൂടെ വരാനടാ. യെസ്, നോക്കാം. വിഷ്ണു പറ, ഏതാനിയാ വന്നിരിക്കണേ? ചത്തിലൊരു മുരളീകൃഷ്ണൻ. ചത്തിലൊരു മുരളീകൃഷ്ണൻ. ഓക്കെ ഓക്കെ, ചത്തിലൊരു മുരളീകൃഷ്ണൻ. ഇനി രണ്ടെണ്ണം കൂടെ വരാനുണ്ട് അല്ലേ? യെസ് ഗൈസ്. കണ്ട ആനപ്പാപ്പന്റെ കോസ്റ്റ്യൂമിൽ നിൽക്കുകയാണ് അല്ലേ? ഉല്ലാസ് അവിടെ നിൽക്കുന്നുണ്ട്. ഈ അമ്പലത്തിൽ വലിയ തിരക്കൊന്നും ഇല്ല. തിരക്ക് വന്നുകൊണ്ട് ഇരിക്കണേ ഉള്ളൂ. ഞങ്ങൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഇനി രണ്ടാനയും കൂടെ വരാനുണ്ട്. ഇനി ഒരാനേ വന്നിട്ടുള്ളൂ. രണ്ടാന വരാനുണ്ടെന്നാ പറയുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ ഒരു ആന തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അറിയില്ല, നോക്കാം. വൈകുന്നേരം ആകുമ്പോൾ തിരക്കായിരിക്കും. നമ്മളൊരു വാട്ടർഫാളിൽ എത്തിയിരിക്കുകയാണ്. ഈ കനാലിൽ വെള്ളം വരുന്നുണ്ട്, നല്ലോണം വരുന്നുണ്ട്, നല്ല ഫ്ലോയില്. ഗായ്സ്, ഇവിടെയൊക്കെ ഇപ്പോൾ വെള്ളം വരാൻ തുടങ്ങി. വെള്ളമൊക്കെ തുറന്നു വിട്ടിട്ടുണ്ട്. ഈ കനാലല്ല നമ്മുടെ അപ്പുറത്ത് വരുന്ന കനാല്. വിഷ്ണു, ഈ കനാലാണ് അതിൻ്റെ വീടിന് അപ്പുറത്ത് വരുന്ന കനാല്. ഇത് തന്നെ കേട്ടാ, ഈ കനാൽ തന്നെ. പിന്നെ എന്താ അങ്ങോട്ട് പോകണോ? ഇതന്നെ കഴിച്ചു. ഈ കനാൽ തന്നെ എൻ്റെ വീട്ടിലേക്ക് വരുന്നത്. എൻ്റെ വീട്ടിലേക്ക് എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് കൊടുമുടി വന്നു. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് പ്ലാൻ മാറ്റി. ഇവിടെ മൂപ്പംകുളല്ലേ അച്ഛമുണ്ട് അവിടെ. ഗായ്സ്, സുരേന്ദ്രേട്ടൻ്റെ ഒരു കോളിന് ശേഷം നമ്മൾ ചെറുതായി പ്ലാൻ മാറ്റിയിട്ടുണ്ട്. കാരണം ഇവിടത്തെ കൊടുമുടിയാ വന്നിരിക്കുന്നത് അല്ലേ? അതാണ്. അപ്പൊ പോവാണ്. അപ്പൊ ഇവിടെ എന്തായാലും ചെറിയ ചെറിയ ആനയേ ഉള്ളൂ. അപ്പൊ അവിടേക്ക് പോവാന്നാ പ്ലാൻ ഇട്ടിരിക്കണേ. നേരെ എന്തായാലും അവിടെ പോവാം. അപ്പൊ എന്തായാലും ഇനി നമുക്ക് കൊടുമുടിനെ കാണാൻ പോവാം. ഇവിടെ കടകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ തിരക്ക് കുറച്ച് വരുന്നുണ്ട്. ആൾക്കാരൊക്കെ രാവിലെ അമ്പലത്തിൽ തൊഴുതാൻ വേണ്ടി വരികയാണ്. വിഷ്ണുവിന് സെൽഫി വീഡിയോ എടുക്കണവേ. പറ വിഷ്ണു. നമ്മളിനി കൊടുമുടിനെ കാണാൻ പോവാ. വിഷ്ണു നല്ലൊരു ആനപ്രാന്തനാണ്. വിഷ്ണുവിന്റെ കൂടെ നടന്നതാണ് ഞാനുമായി. ഗായ്സ്, നമ്മളങ്ങനെ സ്ഥലം എത്താറായിട്ടുണ്ട്. ആന എവിടെയാണെന്ന് അറിയില്ല. ഗായ്സ്, നമ്മൾ ഫൈനലി ആനൻ്റെ അടുത്ത് എത്തി. കൊടുമുടി പോവാം. കൊടുമുടി ഗായ്സ്. വിഷ്ണു ഇവിടെ കൊടുമുടിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത്. വിഷ്ണു എന്താ കൊടുമുടിനെ കുറിച്ച് 4 വാക്ക് പറയൂ. ഗജരാജ കൊടുമുടി, ചെറുപ്പശ്ശേരി അന്തരനാട്. അത് നല്ല രസമായിട്ട് സാധനം അല്ലേ? നോക്ക് വെക്കണം. ഹായ് ഗായ്സ്, ആനയ്ക്ക് ചോറ് കൊടുക്കുന്നുണ്ടാ. ഇതാ ഉപ്പുമാവ്. ഇതിപ്പോൾ സ്ഥലം നമ്മുടെ അവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ടോ? 4 കിലോമീറ്റർ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. അവിടെ പരിപാടി ഉണ്ട്. ബട്ട് ഇവിടെ കൊടുമുടി വന്നു എന്ന് പറഞ്ഞപ്പോൾ കാണാൻ വന്നതാണ്. അതാണ് ആന വിഷ്ണു. എങ്ങനെ കയറുന്നുണ്ട് അത്ര വലിയ സാധനത്തിന് മേലെ?
മറ്റേ നെറ്റ് പടത്തിൽ മറ്റേ നൂല് വെട്ടണം അല്ലെങ്കിൽ കയറാൻ കിട്ടില്ല. ഓക്കെ ക്ലൈംബ് പിന്നെതാ പച്ചയും ഒട്ട് നിൽക്കുന്നുണ്ട്. പുല്ലാന്ന് വേണ്ടത് എടുത്ത് ചായ്ക്കണ്ട. ഇതാ കുറേ പിള്ളേർ സെറ്റൊക്കെ കാണാൻ വന്നിട്ടുണ്ട്. അന്നെ പുല്ല് കൊടുത്തിട്ട് വന്നത്. ആ ഓക്കെ ഗൈസ് ഇല്ലാത്ത ഫോട്ടോ എടുക്കണേ. ഓക്കെ എടുത്തു വാ എങ്ങനെയുണ്ട് ഉല്ലാസ്? ആദ്യമായിട്ടല്ലേ എന്നോട് ഫോട്ടോ എടുക്കണേ? അതാണ് ഇഷ്ടപ്പെട്ടെ. ഗൈസ് നമ്മളിപ്പോൾ കൊടുമുടിൻ്റെ കൂടെ ഫോട്ടോ എടുത്തിരിക്കുകയാണ് അല്ലേ? ആണത് അവിടെ തന്നെ ഉണ്ട്. പാപ്പ നല്ല പാവം. പാപ്പല്ലേ ചോദിച്ചതും വിട്ടു. രാജേട്ടനാണ് അത്ര. ഗൈസ് ഇതാ വിഷ്ണു ഫോട്ടോ ഒക്കെ സ്റ്റോറിയും സ്റ്റാറ്റസൊക്കെ ഇതാണ്. ഗ്ലാസ് ഇവിടെ ഇതാ ഒരു ഗ്യാങ്ങിനെ ഉണ്ടാക്കി. കുറച്ചൊക്കെ ഇവിടെ ഒരു ഗ്യാങ് ആയിട്ട് നിൽക്കുകയാണ്. പോവാ ശരിയാക്കാൻ പറ്റും. എന്തല്ലേ സാധനം നിൽക്കണേ? വിഷ്ണു തിരിച്ചിനി പൊക്കുന്നിരിക്കേ. അതെ നമ്മൾ കൊടുമുടിയോട് യാത്ര പറഞ്ഞു. ഇനി നേരെ പൊക്കുന്നിയിലായിട്ട് അല്ലേ? വണ്ടി ഇവിടെ നിൽക്കുന്നുണ്ട്. പോവാം. എന്ത് കേട്ടില്ല? എന്താ പോണ ആനപ്പണ്ടത്തിന്റെ സൂപ്പർ. ആ ഒരു കട്ടാന പ്രേമിയാണ്. അളകണം. ഗൈസ് ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഞങ്ങൾ പൊക്കുന്നി എത്തിയില്ല. എവിടെ തന്നെ അന്നദാനം കഴിക്കാന്ന് വിചാരിച്ചു. ഇതാ ലുക്ക് ഹിയർ. ഇതാണ് ഫുഡ്. ഞങ്ങളെ സെറ്റ് ഫുഡ്. ഗൈസ് നമ്മളപ്പോൾ അവിടുന്ന് ഫുഡ് കഴിച്ചു. നേരത്തെ ഇനിയും പോയി ഫുഡ് കഴിക്കണ ഇല്ലാട്ടാ. അത് പൊക്കുന്നി പോകാൻ പ്ലാൻ ഇട്ടത്. പിന്നെ ഇവിടെ വന്നപ്പോൾ മൈൻഡ് മാറി. ഇനി ഇവിടെ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഫുഡ് കഴിച്ചു. ഇനി നേരെ പൊക്കുന്നിക്ക് പോവാ അല്ലേ? ബൈ. നമ്മൾ പോണ വഴിക്ക് ഇതാ കുതിര വണ്ടിനെ കണ്ട്. നമുക്ക് കുതിര ഓടുന്നേ. ഗൈസ് വിഷ്ണു ഇതാ വഴി പറഞ്ഞെന്ന് ഒരു സ്ഥലം എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് എത്തിയിരിക്കുന്ന വഴി. ചുറ്റും പാടവും ഈ വഴി എത്തിയിട്ട് നേരെ പോ പറയുന്നുണ്ട്. അപ്പുറത്തെ വഴിയുണ്ട്. തിരിക്കണാ? ഇനി തിരിക്കണം. നോക്കിയിട്ട് വാ. അറിയോ എനിക്കെന്താ പറയാനുള്ളത് ഉല്ലാസ്? അത് പറിക്കണം. ഗൈസ് നമ്മളപ്പോൾ ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ട്. ആന 3 എണ്ണവും വന്നു. ആനൻ്റെ 3 വണ്ടി നിൽക്കുന്നുണ്ട്. പരിമളം, വിഷ്ണു, ഇതെന്താണ് ഗൈസ് ഇവിടെയൊക്കെ മൊത്തം തിരക്കായിട്ടാ. ഞങ്ങൾ തിരിച്ചിവിടെ എത്തിയതാണ്. മൊത്തം തിരക്കായി. ഇനി പോയി ആനനെ കാണണം. നമ്മളിവിടെ എത്തിയിട്ടാ. ഇവിടെ 3 ആന വന്നിട്ടുണ്ട്. ഇവിടെ തിരക്കുമായി. എന്താ പേര് വിഷ്ണു? അത് മുരളീകൃഷ്ണൻ. ഇത് പരിമളം വിഷ്ണു. അങ്ങനെ 3 ആനയാണ് വന്നിട്ടുള്ളത്. ഇതിലാണ് തടമ്പ് വരുന്നത്. 3 ആന വന്നിട്ടുണ്ട്. വിഷ്ണുതാ ആന കണ്ട വിഷ്ണു പിന്നെ ക്യാമറമാനാവും. ആരും ഉല്ലാസം ഇവിടെ ഉണ്ട് അല്ലേ? ആനയെ കണ്ടു. നമ്മൾ ആനയെ കണ്ടു. പിന്നെ ഇവിടെ തുടങ്ങുന്നുള്ളൂ പരിപാടിയൊക്കെ. ഗൈസ് നമ്മളപ്പോൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. ഇനി വീട്ടിൽ പോയിട്ട് ഇവനെ വീട്ടിലാക്കണം. പിന്നെ ഇനി വിഷ്ണുവിന് കുളിക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് വരാം. ഒന്നും കൂടെ വരാം. വൈകിട്ടാണ് പരിപാടി. അപ്പോൾ ഒരു 4 മണിയാകുമ്പോൾ ഇനി തിരിച്ചു വരാം. ഗായ്സ് നമ്മളങ്ങനെ വീടെത്തിയിട്ട് ഒന്ന് ഉറങ്ങിയിട്ട് ഇപ്പോൾ പിന്നെയും വീണ്ടും അമ്പലത്തേക്ക് പോവുകയാണ്. ഇനി നടന്നു പോകാമെന്ന് വിചാരിച്ചു. ഇന്നലെ പോയി അതേ വഴികളിൽ കൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രാന്തനെ പോലെ ഇഷ്ടമാണ് തന്നെ പറയണ സ്വയം. നമ്മളങ്ങനെ അമ്പലം എത്തിയിരിക്കുകയാണ്. ആനയൊക്കെ അവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. നമുക്ക് അവിടെ പോയി നോക്കാം. ഗായ്സ് അനിയൻ്റെ അടുത്താണ്. ഏതുവരെ പോവും?
വിഷ്ണു ആനപ്പുറത്ത് കയറി ഇരിക്കുകയാണ്. ഏതാ ഇരിപ്പ് വിഷ്ണുവിൻ്റെ? യെസ്, കയ്യാനിൻ്റെ പുറത്താണ്. ഇതല്ലേ പരിമളം വിഷ്ണു? പരിമളം വിഷ്ണുവിൻ്റെ മേലെ ഒരു വിഷ്ണുവും കൂടെ. വീട്ടിൽ പോണ്ട്. ഗായ്സ്, അപ്പോൾ ഞാൻ പരിപാടി കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക് എനിക്ക് ഇവരിനെ കിട്ടി. ഇവരും പിന്നെ അമ്മയും കുറച്ച് ആൻറ്റിമാരൊക്കെ ബാക്കിൽ നടന്നു വരുന്നുണ്ട്. അതിൻ്റെ കൂടെ നടന്നാൽ പറ്റില്ല എന്നറിയാം, അതുകൊണ്ട് ഞങ്ങൾ വേഗം നടന്നു. അപ്പോൾ ഇതാണ് പാലക്കാടുള്ള അയ്യപ്പൻ വിളക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ഈ വീഡിയോയിൽ കണ്ടതാണ്. അപ്പോൾ വീഡിയോ എത്ര ഉള്ളൂ. ബൈ ഗൈസ്, അടുത്ത വീഡിയോ ഇട്ട് തരാം.